ഇതിന്നെ ഒരിടം പോകാതെ കുഞ്ഞേരടാ ആഹാരം ഒന്നും വെക്കുന്നില്ലേ? അമ്മ പറയണത് അമ്മൂടെ എല്ലാം പറയുമല്ലോ ഒന്നും ഇപ്പൊന്നും ഇല്ലെന്ന് എപ്പോഴും കോവില് തന്നെ 3 നേരം. ഇതിനെ 3 നേരം കോവിലി തന്നെ. ഇതിനെ 11 മണി. നീ മീൻ എടുത്ത് വയ്ക്കണ്ടേ? ഓക്കെ, ബിക്കോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം വില്ലേജിലായിട്ടൊരു കോവിലായിട്ടൊരു അന്നദാനം കഴിക്കുന്നു. ഇന്ന് അന്നദാനം കഴിക്കാൻ വേണ്ടിച്ചപ്പോൾ അതിന് ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞേരെ വീട്ടിൽ പോവുമായിരിക്കും. ചിലപ്പം പോവുമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ബിക്കോസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് വയ്ക്കുക. നമുക്ക് ഇപ്പം എടുത്ത വീഡിയോ ഇല്ലേ, ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോ അത് പറ്റുമെങ്കിൽ പോവുമെങ്കിൽ അത് ചെയ്യാൻ കേട്ടോ. നമുക്ക് പിന്നെ എടുക്കാം. കേൾക്കുന്നുണ്ട് കേട്ടാ, പക്ഷേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നു. ഉടനെ അലപ്പയും മാമി അലച്ച പിന്നെ അലച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കാത്തത്. എന്നാ പിന്നെ ഇറങ്ങാൻ നോക്ക്. അല്ല, അമ്മ ഇറങ്ങാൻ നോക്കായി. 12 മണിയാകുമ്പോൾ ഇറങ്ങണ്ടേ? നമുക്ക് ഇറങ്ങണം ഇങ്ങോട്ട്. അമ്മ ഒന്ന് കഴിച്ച് പിന്നെ എടുക്കാം. കുറച്ച് കാര്യങ്ങളുണ്ട്. മീൻ ഇറക്കി വന്നിട്ട് മീൻ ഇറക്കി മതി. വന്നിട്ട് മീൻ ഇറത്താതി. എന്നിട്ട് മീൻ ഇറത്താലും മതി. കോലി പോണല്ലേ, എന്ത് മീൻ ഇറത്താലും മതി. എപ്പോഴും പോയിട്ട് വരുന്നു. അമ്മ പറഞ്ഞിരുന്നു. അമ്മ വേണ്ട പറഞ്ഞിട്ടുള്ള പറഞ്ഞിരുന്നു. അങ്ങോട്ട് വിളി പോണെങ്കിൽ പോട്ടെന്ന് വിളിച്ചേ. അവിടെ കിടന്ന് എപ്പോഴും വിളിയില്ലേ, എന്തായിരിക്കും പോകാൻ ഡാൻസ് കാണാൻ വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്. കുളിക്കണ? അമ്മ പോയി കുളി. പിന്നെ അമ്മ കുളിച്ചിട്ട് ഞാൻ പോയി കുളിക്കാം. പിന്നെ അതിനെ പച്ചമീൻ തന്നെ നല്ല മീൻ അത്. പിന്നെ അതാണ് ഞാൻ നോക്കി മേടിച്ചത്. നല്ലതല്ലേ, ഒരു കേടുപാടൊന്നും തോന്നിയില്ലല്ലോ. അത് തന്നെ പൂച്ച കയറും ഇവിടെ. ഭയങ്കര പൂച്ചയാണ് ഇവിടെ. പൂച്ച കയറും. ഇവിടെ അടച്ചിടണം. എവിടെ നോക്കിയല്ലോ പൂച്ച. വീട്ടിൻ്റെ അകത്ത് കയറി എല്ലാം ഒക്കെ എടുത്തോണ്ട് പോകും. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ വീഡിയോ എല്ലാം കൂടെ ഈ 2 വീഡിയോ കൂടെ ഒരുമിച്ചിടാൻ വിചാരിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത് താമസിക്കും. 12 മണിക്ക് നമുക്ക് ഇവിടെ പോകണം കേട്ടോ, കുളിക്കണം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് താമസിക്കും. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോഴ് അത് തന്നെ കേൾക്കണം. സൗണ്ടൊക്കെ കേൾക്കണ്.
കത്തി പാത്രം പറഞ്ഞുകൊണ്ടോളത്തി കുറേ ഞാൻ കഴുകി വെച്ചു ഇനി തീരൂല കുറേ ഉണ്ട്. ഞാൻ പറയുന്നില്ല ഒന്ന് പറക്കട്ടെ അതുകൊണ്ട് ഇവിടെ ഇത് കിടക്കണം അതൊന്ന് പറക്കി എടുക്കട്ടെ. രണ്ടെണ്ണത്തിന് ആദ്യം ഈ കലത്തിനെ ഈ കുക്കറിനെ ആദ്യം കൊണ്ടിട്ടേക്ക് അതുകൊണ്ട് ഇതും കൂടെ എടുക്കട്ടെ. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. കൊണ്ടുവന്ന് മൊത്തം എടുത്തിട്ടുണ്ട്. മീനിന് വന്നിട്ട് ചെയ്തത് ഇനി കോവിലൊക്കെ അവിടെ പോണേല്ലേ കുളിക്കാണെങ്കിൽ ഞാൻ എടുക്കാം എവിടെ എവിടെ നോക്കട്ടെ എവിടെ 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 ഉണ്ടായിരുന്നല്ലോ. കിട്ടി ഇതിന്റെ ഇടയിൽ കിടന്നു കേട്ടോ. അത് ഇതുണ്ടെങ്കിലേ ഫിസിലാക്കുള്ളൂ, അല്ലെങ്കിൽ തേങ്ങേന് കായം കൊണ്ട് കിട്ടി. അപ്പൊ കേസ് പിന്നീട് ഒരുങ്ങണം, കാര്യങ്ങളുണ്ട്, ഒരുങ്ങാനുണ്ട്. കുളിക്കാൻ പോണോ? കുളിക്കാൻ വേണ്ടി എടുത്തതിന് ചോദിച്ചത്. കുളിക്കാൻ വേണ്ടി എടുത്തതാണ്. ശരി, അതിനിപ്പോഴേ എടുത്ത് വെച്ചോ. നീ പിന്നീട് കമ്പനിയാണല്ലേ എന്ന് ഞാനിരുന്നു. അവിടെ തന്നെ ഏത് സ്ലൈഡ് ഉപയോഗിക്കുന്നത്? സ്ലൈഡ് വല്ല ഉപയോഗിക്കുന്നത്? നോക്കിയാൽ കാണുന്നില്ലേ? പിന്നെ കിട്ടിയില്ല, എല്ലാം കിട്ടിയില്ല. വള ഇന്നും ഇങ്ങനത്തെ വളയൊക്കെ വാങ്ങിച്ചിട്ട കേസ് എന്നൊക്കെ പറഞ്ഞു. വേറെ പുതിയ വള വാങ്ങാത്തത് പൈസ വേണ്ടി. പൈസ 200 രൂപ വെറുതെ ഒരു വളയെങ്കിലും വാങ്ങിക്കുന്നു. 100 വള പൈസ പിന്നെ 100 രൂപ 3 മീറ്ററോളം വാങ്ങിച്ച് 20 മാസം 100 രൂപ ആവശ്യം. അയ്യോ എനിക്ക് വയ്യ ഗൈസ്. എല്ലാം ഒരുക്കി വെച്ചല്ലേ, നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എടുത്ത് വയ്ക്കണം. ഒരു താക്കോല് രണ്ട് കൂടെ എടുത്ത് വെച്ചിരുന്നു. ആര് അത് എടുത്തോ, അല്ലെങ്കിൽ നമുക്ക് പണിയാം. വൈകുന്നേരം പോകുമെന്ന് പറഞ്ഞാ? ഞാൻ വിചാരിച്ച അമ്മ ചിലപ്പോ പോവും ചിലപ്പോ പോകൂലെന്ന് പറയുമായിരിക്കും. എപ്പഴേ വരുമെന്ന്? വിളിച്ചോട്ടാണ് 4 മണിക്ക് എങ്ങനെ അവിടെ കുളിച്ചുകൊണ്ട് ഇറങ്ങാതെ 5:30 അവിടെ ഇറങ്ങാണ്. 5:30 സമയമാണ് അവിടുത്തെ ഓഫീസ്. അതെ 5:30 അവധി സമയം. നേരത്തെ കൂടെ വിട്ടു, നേരത്തെ വിട്ടിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. നേരത്തെ വിട്ടിരുന്നെങ്കിൽ സാരി എടുത്തോണ്ട് പോകാൻ പോണം.
പിന്നെ പെട്ടെന്ന് പോയി കുളി, എന്നിട്ട് സാരി വിട്. അമ്മയ്ക്കല്ലേ ഇറങ്ങാൻ താമസം. പെട്ടെന്ന് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ഒരുക്കം. അതാണ് പ്രശ്നം. കൂടുതലും പെണ്ണുങ്ങൾക്കാണ് അത് താമസിക്കുക, ഭയങ്കര താമസം. പെണ്ണുങ്ങൾക്ക് ഇനി ഇറങ്ങാൻ ഒരു പാൻറ് ഷർട്ട് സ്പ്രേ അടിച്ച് ഇറങ്ങിയതല്ലേ. ഏതെങ്കിലും ഇടാം, ഏതെങ്കിലുമൊക്കെ ഇട്ടോണ്ട് പോവാം. സാരി അവിടെ ഇട്ടേരെ, ചുടിനൊക്കെ സെറ്റാണ്. എപ്പോഴും പോവാൻ നോക്കും. ഭയങ്കര തിരക്കായിരിക്കുമല്ലേ. അതിന്നെ തിരക്കിന് മുന്നേ ചെല്ലാനുള്ളതായിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും. ഉച്ച വെയിലത്ത് 1 മണിക്ക് 12 12:30 ആകുമ്പോൾ ഇറങ്ങിയില്ല. നേരത്തെ ഇറങ്ങാം, നമുക്ക് നേരത്തെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിൽക്കാം. 1 മണി. സ്ഥലം അറിയാം. നമുക്ക് ഇവിടെ നേരെ പാലക്കോണത്തോട്ട് പോണ വഴി പോണം. പോകാൻ വഴി ഇത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ സുമ്മിന്റെ കാർഡ് എന്നിട്ട് തീരുമാനമാക്കണം. നാളെ പോവാം. നാളെ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് പോയി നോക്കിയിട്ട് വരും. അത് അപ്പഴും ചെയ്ത അത് കുളിക്കുക. അത് കുളിക്കാം. നേരി എനിക്ക് അറിഞ്ഞൂടാ എന്തൊരു ചെയ്യുമെന്തോ. അത് പോട്ടെന്ന്. അമ്മ പോ പറയുന്നു കുളിക്ക്. ഈ സമയം കുളിക്കാൻ പോയിട്ട് പിന്നെ എടുക്കാം. എനിക്കും കുളിക്കണം. അമ്മ വേർത്തെ കുറച്ച് മരി പിന്നെ എടുക്കാൻ കേട്ടോ. കുറച്ച് സമയം എടുക്കും. നമുക്ക് മറ്റേത് ഇത് ചെയ്ത് വയ്ക്കാം. ഞാൻ കണ്ടുപിടിക്കാം ശാസ്ത്ര. എനിക്കറിയാം, ഞാൻ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ വഴി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മാമി പറഞ്ഞ പോലെ തന്നെ വഴി മാമി പറഞ്ഞു തന്നു ഒരു വഴി. നമ്മൾ ഒരു ദിവസം ഒരു മാമിയെ പരിചയപ്പെട്ടിട്ടില്ലേ? ആ മാമി പറഞ്ഞില്ലേ ഒരു വഴി? ആ മാമി പറഞ്ഞു. ആ മാമി പറഞ്ഞ റൂട്ടിൽ പോവാം. അമ്മ എന്നെ പറയുക വന്നാ പള്ളി വഴിയല്ല, നമ്മളെ മറ്റേ പാലേക്കോണം പോണ വഴിക്കുള്ളത്. ആ വഴി പോകുമ്പോഴേ ഒരു തടം ശ്രദ്ധിച്ചു. തടം നമ്മളെ ഇതേപോലെ നമ്മളെ കുമാരി അമ്മ ഇങ്ങോട്ട് നമ്മളെ വീട്ടിലോട്ട് വരുമ്പോഴത്തെ ഒരു തടം പോലെ കാണും. ആ വഴി നേരെ അങ്ങ് പോയാൽ മതി. അത് നോക്കിയാൽ മതി. അതേപോലത്തെ നമ്മളെ ഇവിടുത്തെ ഈ താഴത്തെ പോലത്തെ തടം വല്ലതും ഉണ്ടെന്ന് നോക്കാം. അത്ര മാത്രം നോക്കിയാൽ മതി. ഒരു മണ്ണിട്ട വഴി ശ്രദ്ധിച്ചാൽ മതി. അത് നോക്കി അങ്ങ് പോവാം. വെള്ളം അടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ കുളിച്ച് സെറ്റാകട്ടെ. ഇത് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നു. മോട്ടർ അടിക്കണം കേട്ടോ. മോട്ടർ അടിച്ചിട്ട് ഇവിടെ വെയിൽ കണ്ട. ഇങ്ങോട്ട് മലയുടെ അങ്ങോട്ടൊക്കെ നല്ല വെയിലടിക്കുന്നുണ്ട്.
ഇനി ഉടുക്കട്ടെ കേസ് നമുക്ക്. തുണിയൊക്കെ മാറി നിൽക്കട്ടെ, തുണിയൊക്കെ മാറിക്കട്ടെ, തുണിയൊക്കെ മാറി ഡ്രസ്സൊക്കെ മാറി സെറ്റാവും. അല്ല ഞാൻ ഇതിൽ പറഞ്ഞു. ഓ നിർത്തട്ടെ, തുറന്നു വിട്ടിട്ട് ഞാനും പോയി കുളിക്കട്ടെ. ആ അത് തന്നെ ലക്ഷ്യമുണ്ട് ഗൈസ്. ഞാൻ പോയി കുളിക്കട്ടെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഒരുങ്ങിക്കോ. 48 ഗൈസ്. എൻ്റെ കോസ്റ്റ്യൂം കണ്ടോ? അയ്യോ കോസ്റ്റ്യൂം, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. എൻ്റെ കോസ്റ്റ്യൂമാണ് കാണിച്ചിട്ട്. കണ്ടോ കോസ്റ്റ്യൂം? കണ്ടോ? എൻ്റെ കോസ്റ്റ്യൂം ഇങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഈ കൈയൊക്കെ മടക്കി സെറ്റാവട്ടെ. ഏതൊരുത്തിട്ടടാ അച്ഛ ഒരു ദിവസം ഇത് ഒളിപ്പിച്ച് വെച്ചിരുന്നില്ലേ എൻ്റെ ഉടുപ്പ്? ഈ ബാൻഡറ്റ് ഇല്ല. അത് വെളിയിൽ പോകുമ്പോ അങ്ങനെയല്ലേ, പൊടിയോ ആവും അഴുക്കോ ആവും. നമ്മളെന്താ ചെയ്യാൻ പറ്റും അല്ലേ കൈസ്? നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ അന്നത്തിന് പൊടിയും തെറിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെയിലല്ലേ പൊടി അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ കാറ് പോകുമ്പോലെ, കാറിൽ പൊടി എറിക്കുമ്പോൾ ഞങ്ങൾ എഴുത്തരും നടന്ന് പോകണം. കണ്ടിട്ടുണ്ടോ ചിലർ നടക്കണത്, സ്പീഡിൽ നടന്നു പോണത്? ചെറുതായിട്ട് പൊടി എറിക്കുന്നത് ദേഹത്തൊക്കെ ആവണ രീതിയിൽ പൊടിയൊക്കെ തെറിപ്പിച്ചുകൊണ്ട് വരണത്, ഓടിയും ചാടിയും അങ്ങനെ. ദിവസം ഇറങ്ങാൻ പോകുന്നത് നല്ല കാറ്റിട്ട കുളിച്ചപ്പോൾ എന്തോ ഒരു ഉത്സാഹം. ഇറങ്ങാൻ പോകണത് ചിലപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം. പൂവൊക്കെ സെറ്റാവുന്ന എടുക്കും. മൊത്തം വരണ്ട് ഒരുമാതിരി കിടക്കണം, പിന്നെ എടുക്കാം. ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച കുളിപ്പിച്ചേട്ടോ. നീ പറഞ്ഞ ഞായറാഴ്ച ഒന്ന് കുളിപ്പിക്കണം. ആമയെ വിളിച്ചു നോക്കണോ? കേസ് ഒന്ന് വിളിച്ചു നോക്കട്ടെ കേസ്. ഞാൻ വിളിച്ചു നോക്കാം. ഓ നമ്പർ കേസ് വിളിച്ചു നോക്കട്ടെ. നമ്പർ ഇവിടെ ഉണ്ട്. ഇൻകമിങ് കോള് സ്വീകരിക്കാൻ കഴിയില്ലെന്നാ. അതല്ലായിരിക്കും കേട്ടോ, ഇൻകമിങ് കോളെന്ന് പറയണത്. എടുക്കാം എന്തിനാ പറയുന്നുണ്ട് കേൾക്കുന്നില്ല കേട്ടോ. പിന്നീട് ഇൻകമിങ് കോളായിട്ട് ഇരിക്കുന്ന എടുക്കാൻ പറ്റൂലെന്ന്. എന്താ ചെയ്യാ? അതായിരിക്കും ചിലപ്പം, അതായിരിക്കാം. എന്താണ് ഇൻകമിങ് കോള് എടുക്കാതെ? ചാർജില്ലാത്തതാണ്, അത് റീചാർജ് ചെയ്യാത്തതിൻ്റെയാണ്, ആമി റീചാർജ് ചെയ്യാത്തതിൻ്റെ അതും അറിയാൻ വയ്യ. ഇതിലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തത്. ഇൻകമിങ് കോള് എന്തിരി ഈ ചില കാര്യങ്ങളൊന്നും എനിക്ക് എങ്ങനെയാണ് അറിയത്തില്ല. ചില കാര്യങ്ങൾ ഒരാളതായിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വരണം കൂടെ? പിന്നെ അവിടെ ഇരുത്താം, ഒരു ചോറ് നിന്ന്
അവിടെയൊക്കെ എന്തൊരു കാണുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കേട്ടോ. അതുകൊണ്ട് അവിടെ ജാമ്പയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെയാണേ ഇതാണ് കേട്ടോ ജാമ്പയ്ക്ക് വരാൻ നല്ലത്. ഇതിനകത്തിട്ട് ഒന്നുമില്ല, ചെറിയ മുട്ട പോലത്തെ എന്തൊരു സംഭവം വന്നിരിക്കുകയാണ്. വരുമായിരിക്കും കേസ് ജാമ്പയ്ക്ക് മാങ്ങയൊക്കെ വരുമ്പോഴും. ഉണ്ട് ഇവിടെയൊക്കെ മാവിൻ്റെ പഴുത്തയിലയും പഴുക്കാത്ത ഇലയൊക്കെ ഇങ്ങനെ പഴുത്തയില ഇങ്ങനെ നല്ല പറഞ്ഞത് ഇതേപോലത്തെ ഇല പഴുത്ത ഇല പോലെയൊക്കെ പറഞ്ഞുണ്ട്. അതേപോലെ മഞ്ഞ ഇതേപോലെ അല്ല, അതേപോലെ മഞ്ഞ കളർ പോലെയൊക്കെ പറഞ്ഞ ഇതുണ്ട്. ഇതേപോലത്തെ ഇല നല്ല എവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ബ്രൗൺ കളറിൽ പറഞ്ഞ ഇല ഇവിടെ ഉണ്ടായിരുന്നു. ഏതൊരു മാവിലാണ് ഉണ്ടായിരുന്നത്. മാറിയിരുന്നു കേട്ടോ. ഈ മാവിലാണ് നേട്ടം ഉണ്ടായിരുന്നത്. പക്ഷെ അത് കാണാനില്ല, ഇവിടെ പോയത്. പക്ഷേ ഇതേതാണ്ട് ഈ പൂ എടുക്കുമ്പോഴേ തന്നെ ഈ കളറാണ് പറഞ്ഞത്. കറക്റ്റ് കളർ കിട്ടുന്നില്ല, എന്താണ് അത് ഇത് കറക്റ്റ് കളറാണ് ഞാൻ എടുക്കുന്നതെന്ന് കമൻറ്റ് ബിലോ ഗീസ്. ക്യാമറ ക്വാളിറ്റി പ്രശ്നമാണോ എനിക്കറിഞ്ഞൂടെ. പുറത്തേക്ക് ചെറുതായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് ഉണ്ട്, ഇടയിലുണ്ട്. ഉണ്ട് കിടക്കണ ഇടയിലൊക്കെ കാണണം ചെറുതായിട്ട്. ഇടയിലായിട്ടുണ്ട് വേണ്ട ഉണ്ട് ഒരെണ്ണം നിൽക്കുന്ന അവിടെ ആ സൈഡിലായിട്ട് ഉണ്ടാകും. ഭാഗത്തായിട്ട് ഒരെണ്ണമുണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മേലിൽ കിടക്കുന്ന എല്ലാ ഇലയും വാടി കരിഞ്ഞ് ഒരുമാതിരി ഇരിക്കുന്നു. വെള്ളത്തെ കീര സെറ്റായ കേട്ടാ, ബോഡി പൊളിയായിരിക്കും. ഉണ്ട് കീരയൊക്കെ നല്ലതായി. കറ്റാർ വാഴയും മറ്റേത് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എന്തരായ എന്തായാലും ഉണ്ട്. മുട്ടൊക്കെ വന്നു തുടങ്ങി. ഇതേ കളർ കണ്ട ഇതിൽ വരാനായിരുന്നു മാവിൽ, പക്ഷെ അത് വന്നില്ല കറക്റ്റ്. തുളസി കഴിഞ്ഞ് തുളസി ഇച്ചിരി കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. ചെമ്പരത്തേക്ക് ഇച്ചിരി തിളത്ത് തുടങ്ങി, നല്ല തിളത്തായിട്ട് അന്ന് തുടങ്ങി കേട്ടോ. അപ്പം അന്ന് കുളിപ്പിച്ചതിൻ്റെ സോപ്പ് കണ്ട അവിടെ കയറി അവിടെ ഇരിക്കുന്നു. നീ ഇരിക്കാൻ ആശാത്തി ഉള്ളതൊന്നും വേണ്ടേ. ഒന്നിന് വെള്ളം വെച്ചിട്ട് ഇവിടേക്ക് വെള്ളം വെച്ചിട്ടൊന്നും എടുക്കാം. ഒരുങ്ങി എണ്ണയുള്ളൂ, പിന്നെ എടുക്കാം, സമയമുണ്ട്. ഉണ്ട് ഇത് തന്നെ വേണ്ട നോക്ക്, ഇത് വേണ്ട. ഇങ്ങനെ തരാം, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തരാം, കണ്ടില്ലേ? ഇങ്ങനെ തരാം, ഇങ്ങനെ തരാം കേട്ടോ, ഇങ്ങനെ തരാം. ഇപ്പം കണ്ടില്ലേ? ഇങ്ങനെ തരാൻ ഞാൻ ഉദ്ദേശിച്ചേട്ടോ. ഇങ്ങനെ തല പച്ച വെച്ചാൽ മതി. അപ്പുറത്ത് ആ മാവിലില്ല, ഈ മാവിലാണ് ഇങ്ങനെ തല. പിന്നെ ഇല്ല അതൊക്കെ വെച്ചില്ല. ജന്നലടച്ച് താക്കോലെടുത്ത് വെച്ചിരിക്കുന്നു. താക്കോലെടുത്ത് വെച്ചിട്ടുണ്ടേ. ഇറങ്ങും 12:05 എടുക്കാം. സമീരോടെ എന്നാ ലേഖാൻ പേര് അവിടെ കയറിയിട്ട് പോവാം. കണ്ടില്ലെങ്കിൽ നമുക്ക് വിളിച്ച് നോക്കാം. ഒന്നും കൂടെ വിളിച്ചു. അപ്പൊ അതിനും കൂടെ വിളിച്ചു നോക്കട്ടെ.
അപ്പൊ അതിന് 2 ലേഖാന്ന് അടിച്ചിട്ടുണ്ടല്ലോ. ഓ 2 ലേഖാന്ന് അടിച്ചിട്ടുണ്ട്. വിളിച്ചോട്ടെ. ഇവിടെ നിൽക്കുന്ന ചോദിക്കാൻ ഞാൻ. ചോദിച്ചോക്കാം. ചോദിക്കാം. ഇറങ്ങാറായിന്ന് പറയാം. ഇവിടെ മൊബൈൽ എവിടെ? മൊബൈൽ അമ്മയിലാണ്. ഞാൻ വിളിക്കാന് അലക്കല്ലേ. വിളിക്കട്ടെ ഗൈസ്. 2 നമ്പറുണ്ട് കേട്ടോ. അപ്പം വേഗം വിളിക്കട്ടെ. ഇല്ല 2 നമ്പറുണ്ട്. അത് മാമി കോവലി പോണോ? മാമിയെ കോവലി പോണോന്ന്. നമ്മളും കൂടെ ഇറങ്ങുകയാണ് ഇപ്പം. മാമിയെ തന്നെ. ഞാൻ കൊടുക്കാണ്. വിളിക്കണേ. അമ്മ പെട്ടെന്ന് ഇറങ്ങ്. അവരിറങ്ങിന്ന്. സംസാരിച്ചോണ്ടിരിക്കാൻ നേരമില്ല. ഇറങ്ങിക്കോ. ഒരു സമയം ഇറങ്ങിട്ടോ. പിന്നെ എടുക്കാം. അത്യാവശ്യം നല്ല വീഡിയോ ഉണ്ട്. 24 2 കുത്തിട്ടുള്ള 3 ഇറങ്ങാം. ഇച്ചിരി നല്ല റോങ് ആയിട്ടുള്ള വീഡിയോ. ഞാൻ അടച്ചോളാം. ഇറങ്ങിക്കോ. എല്ലാം സെറ്റാണ്. ഇറങ്ങാം. ശരി പറ്റും. അടച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ വച്ചിട്ടുണ്ട് പോക്കറ്റില്. ഇല്ല ഞാൻ വന്നോളാ. പോയ അതാ പേസ വച്ചേരെ. എന്തിനാ നടയിലുണ്ട്. നടയിലുണ്ടേന്ന്. ദിവസം അങ്ങനെ ഇറങ്ങിയിരിക്കട്ടെ. നമ്മൾ ഇറങ്ങി വേഗാമയുണ്ട് കേട്ടോ. വഴിയൊക്കെ ഇങ്ങനെ നിന്ന് യാത്രയായി നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് പാലിയേക്കോണം പോണ വഴിക്കാണ്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം ആരുമില്ല. ഇപ്പം എല്ലാവരും പോയി. ഇത് കുറച്ച് അവിടെ താഴെ എത്തിയിട്ടെടുക്കാം. ഓടിപ്പോകും. ഒരു അവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. 1 മണിയാവും അവിടെ തുടങ്ങുമ്പോഴേ. നേരത്തെ എത്തണം. ഭയങ്കര വെയിൽ കിട്ടും. നോക്ക്, ഭയങ്കര വെയിൽ. ദക്ഷിണേന്ത്യയിലേക്ക് പാമ്പൊന്നും അവസ്ഥ ഊഹിക്കാം. അമ്മ ഇവിടെ ഭയങ്കര കുരങ്ങനായിരുന്നു കേട്ടാ നേരത്തെ. ഏതോ ഒരു പാലത്തിന്റെ അവിടെ പാല് വന്ന അങ്ങനെ എന്താ പറഞ്ഞല്ലേ. എന്തേരി പാൽ വിളിച്ചോട്ടെ. എവിടെ വരാൻ? ഞാൻ ഞങ്ങളെ വീടിന്റെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ മീൻ വാങ്ങിക്കാൻ നിൽക്കില്ല. താഴെ റോട്ടിൽ ഇറങ്ങിക്ക്. നിങ്ങളിവിടെ കണ്ട്. അങ്ങോട്ട് പോണടുത്താ
കൊച്ചു നമ്മൾ ഞാൻ കാണിച്ചു തരാം, നേരെ അങ്ങ് വന്നാൽ മതി. ശരി ശരി. ശരി ശരി. ഞാൻ വരാം. അപ്പോൾ നമുക്ക് മറ്റവിടെ കൂടെ നടക്കാമെന്ന്. ശരി, വെച്ചോ ആമി വെച്ചോ. പഴം പറ്റും. അവിടെ നിന്ന് വീട്ടിൽ പോകാനായിട്ട് ഫ്രഷ് ആ വഴി നമ്മൾ ഈ വഴി നമ്മളെ വന്ന വഴി പോ. ഇനിയുണ്ട് കണക്കെ. നാളെ പോണം. ഇവിടെ നിന്ന് വഴി ഉണ്ടാകുന്ന വലത്തോട്ട്, എന്നാ ആ വഴി അങ്ങ് പോകാറ്. ഇവിടെ 2 വഴി തിരിയുന്നു. ഏത് വഴിയാണ്? ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് പാലിക്കോണം ക്ഷേത്ര കാണിക്ക വഞ്ചി നടയിൽ എത്തി അവിടെ നിന്നും പൂജ കഴിഞ്ഞ് താലപ്പൊലി മുത്തുകുള ചൂടിയ ബാലികാ ബാലന്മാർ, വിളക്കുകെട്ട്, ചെണ്ടമേളം, പുഷ്പവൃഷ്ടി എന്നിവയോടുകൂടി ആര്യനാട് ശ്രീ മഹാഗണപതി ക്ഷേത്രം, ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കാഞ്ഞിരമൂട് ജംഗ്ഷൻ, പാലേക്കോണം, അണിയൽ, തിരികെ ഇരിഞ്ചൽ വഴി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു. പാലേക്കോണം ജംഗ്ഷനിൽ കണിയാകുഴി പാലേക്കോണം കലാഗ്രാമം സമർപ്പിക്കുന്ന കരോക്കെ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ആര്യനാട് കണിയാകുഴി ശ്രീ ചാമുണ്ഡേശ്വരി ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി ഘോഷയാത്ര കടന്നു വരുന്ന വീടുകളിലെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കമനീയമായി അലങ്കരിച്ച് പുണ്യപരിശുദ്ധമാക്കി കണിയാകുഴി അമ്മയുടെ ചൈതന്യം പായസം കുടിച്ച് ദേവീ കടാക്ഷത്തിന്റെ അമൃത ബിന്ദുക്കൾ ചോറൊക്കെ കഴിച്ച് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അമ്മ 60,000 രൂപ. സംഗീതവും ഭക്തിനിർഭരവുമായ അവിടെ ഏതൊരു പാറമടയുണ്ട്. അതെന്തിന് കണിയാകുഴി അമ്മയുടെ എന്താ ഒരു പാറ ഉള്ളത്? വെള്ളമുണ്ട് അവിടെ. ക്ഷേത്രത്തിന്റെ ആണോ എന്തോ. സായാഹ്ന ഭക്ഷണം 8:45 വിളക്ക് കെട്ട് എഴുന്നള്ളത്ത് തുടർന്ന് തിരുനട അടയ്ക്കുന്നതോടെ കാഴ്ചകളും കഥകളും വിശ്വാസങ്ങളും കൊണ്ട് ഇടപെടൽ കിടക്കുന്ന ഈ നാടിന്റെ ദേശീയ ഉത്സവമായി ഭക്തജനങ്ങൾ നെഞ്ചേറ്റിയ അശ്വതി പൊങ്കാല മഹോത്സവവും സമക്കളും ഗൃഹാതുരത്വം നടത്തുന്ന ഒരു ജനതയുടെ അറിവിന്റെ ഒത്തുചേരലാണ് ഉത്സവങ്ങൾ. കണിയാകുഴി എന്നൊരു കൊച്ചു ഗ്രാമത്തിന്റെ പ്ലാന്റേഷൻ ഷീറ്റ് അടിക്കുന്നതുണ്ട് അപ്പുറത്ത് ഈ വീട്ടിന്റെ പിറകില്. അശ്വതി പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രസന്നിധി അനുഷ്ഠിക്കുന്ന പൂജകൾ, നേർച്ചകൾ, വഴിപാടുകൾ
വഴിപാടുകൾ കലാപരിപാടികൾ എന്നിവ നേർച്ചയായി സമർപ്പിച്ച ഭക്തജനങ്ങൾ. ഒന്നാം ഉത്സവവും പ്രസാദപട്ടണം ശ്രീമതി ശ്രീകല കള്ളിക്കാട്, ശ്രീമതി ചന്ദ്രലേഖ കാട്ടാക്കര അന്നദാനം, ശ്രീമതി തമ്പി കണിയാകുഴി കിഴക്കരവേട് അജിനാട് എപ്പോഴും ഇങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. എത്തിക്കാണ് കഴിച്ചപ്പോ ഭയങ്കര കാറ്റ്, നമ്മളൊക്കെ ഒടിഞ്ഞ് വീഴണം. വീഡിയോ വെച്ച് വീഡിയോ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. അന്നദാനം ഇന്നലെ അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. എൻ്റെ കാറ്റ് അപ്പോൾ ഈ വീഡിയോ പക്കത്തെ കാറ്റിടും. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളാം. വെറൈറ്റി വീഡിയോ ആയിരിക്കും. ബൈ. അണ്ട് ഇവിടെയും കിടക്കണ് നമ്മളെ വീട്ടിൻ്റെ അവിടെ പറഞ്ഞ നമ്മളെ വീട്ടിൻ്റെ അവിടെ പറഞ്ഞ കിടക്കണം. നാണ്ട ഉണങ്ങി ഇരിക്കണത്. കണ്ട ഇത് കണ്ട കിടക്കണ്. അടുത്ത വഴി കാണാം. ബൈ.